ആളുകൾ എന്നും തേടുന്നത് വ്യത്യസ്തമായ രുചിക്കൂട്ടല്ലേ. ഒരാൾ വയ്ക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് മറ്റൊരാൾ വെക്കുമ്പോൾ കിട്ടണമെന്നില്ല കേട്ടോ. എന്നാലോ ആളുകൾ എന്നും വിചാരിക്കുന്നത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനല്ലേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പിയും അതേപോലെ തന്നെ വ്യത്യസ്തം നിറഞ്ഞതാട്ടോ. സേമിയ കേസരി ആട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് കുറച്ച് സേമിയയും കുറച്ച് ശർക്കരപ്പാനിയും കുറച്ച് നട്ട്സും കിസ്മിസും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. ഇനി ആ വറുത്തെടുത്തത് നമുക്കൊന്ന് കോരി മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ വെർമസെല്ലി ഇതിലേക്കൊന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇപ്പം നമ്മുടെ സേമിയ എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. ഇളക്കി കൈ വിട്ടു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേമിയ അല്ല പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊണ്ടേ ഇരിക്കണേ. ഇനി ഇതിലേക്ക് ഈ സമയം ഏലക്ക ഒന്ന് ചതച്ചതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എപ്പോഴും എല്ലാവരും തന്നെ കേസരി ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടല്ലേ. ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സേമിയ വെച്ചിട്ടുണ്ടെന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരിക്കൽ പോലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ. ഇനി നമുക്കിതിലേക്ക് ഇപ്പം ശർക്കരയെല്ലാം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും നട്ട്സും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. കൂടുതൽ തന്നെ കുറച്ച് വെളുത്ത എള്ള് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. വെളുത്ത എള്ളൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരുടെയും കയ്യിലൊന്നും വീട്ടിലിതൊന്നും കാണണമെന്നില്ലല്ലോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കേക്ക് ടിന്നാണേ. നിങ്ങൾക്ക് ചോറൊക്കെ കൊണ്ടുവന്ന് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവുമേ. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എള്ളും കുറച്ച് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും അതും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കുവാണേ. അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേസരി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. അതിന് ശേഷം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് ഇതേപോലെ സ്പൂണിലും കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയും കൂടെ കുറച്ചും കൂടെ എള്ളോ അതിൻ്റെ നട്ട്സോ കിസ്മിസോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാകും കേട്ടോ. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാവേ. അപ്പം നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ മിന്നൂസ് ഫാമിലി ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുതേ. മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ സേമിയ കൊണ്ടുള്ള കേസരി. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.